ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നീലിയാർ കോട്ടത്ത് വന്നിട്ടുള്ള അമ്മയും രണ്ടമ്മമാരും അനിയൻ്റെ ഭാര്യയും അപ്പൻ്റെ മോനും ഒരു ഏട്ടൻ ഞാനും കുട്ടികളും എല്ലാവരും കൂടിയിട്ട് വന്നിട്ടുള്ള ഇതൊരു കാടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. നല്ല ഐശ്വര്യമായി കാണാനും ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ഇത് തെയ്യം കെട്ടുന്നതാണ് കേട്ടോ. ഭഗവതിയെ കെട്ടുന്നതാണ്. ഈ ഭഗവതിയുടെ പേരാണ് നീലിയാർ ഭഗവതി. വടക്കൻ കേരളത്തിൽ അമ്മ ദൈവത്തിൽ ഒന്നായിട്ട് കെട്ടിയാടുന്ന തെയ്യമാണിത്. പിന്നെ നീലിയാർ ഭഗവതി എന്ന് പറയുന്നത് കണ്ണൂരാണ് കേട്ടോ. കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് എന്ന സ്ഥലത്താണ് ഇതുള്ളത്. പിന്നെ നീലിയാർ ഭഗവതി കഥ എന്ന് പറഞ്ഞാൽ വടക്കൻ കേരളത്തിലെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ മാങ്ങാട്ടുപറമ്പിലെ നീലിയാർ കോട്ടത്തിലെ പ്രശസ്തമായ അമ്മ ദൈവമാണിത്. ഭദ്രകാളിയുടെ രൂപമായാണ് ഈ തെയ്യം കെട്ടിയാടുന്നത്. ദാരികാവധത്തിന് ശേഷം ലോകമെമ്പാടും നിറഞ്ഞ ഭഗവതിയുടെ പ്രകൃതിയുടെ ഭാഗമായുള്ള ഭാവമാണിത്. കാവിലെ മരങ്ങളെല്ലാം ദേവിയുടെ സാന്നിധ്യമായി കണക്കാക്കുന്നു. ഇത് കൂടുതൽ സന്താന സൗഭാഗ്യം, മംഗല ഭാഗ്യം ഇവക്ക് വേണ്ടിയാണ് കൂടുതൽ ഭക്തന്മാരും ഈ തെയ്യത്തെ തൊഴുന്നത് കേട്ടോ. പിന്നെ അത് കൂടുതൽ വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ തെയ്യം കെട്ടിയാടുന്നത്. പിന്നെ ഈ ദേവിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് നീലിയാർ ഭഗവതി സാക്ഷാൽ ഭദ്രകാളിയാണെന്നാണ് പറയുന്നത്. ദാരികാവധത്തിന് ശേഷം 14 ലോകങ്ങളിലും നിറഞ്ഞ ദേവി പ്രകൃതിയുടെ ഭാഗമായി ഈ കാവിൽ കുടികൊള്ളുന്നു എന്നാണ് ഇതിൻ്റെ വിശ്വാസം. പിന്നെ കാവ് എന്ന് പറഞ്ഞാൽ ക്ഷേത്രം. ഇത് 19 ഏക്കറോളം വിസ്തൃതിയുള്ള നീലിയാർ കോട്ടത്ത് ശ്രീകോവിലോ നാലമ്പലമോ ഇല്ല കേട്ടോ. ഇത് കാവ് തന്നെ ദേവിയുടെ ശ്രീകോവിലാണ്. കാവാണ് ദേവിയുടെ ശ്രീകോവിൽ. കാട്ടുമരങ്ങളും ഔഷധ ചെടികളും നിറഞ്ഞ ഈ പ്രകൃതി രമണീയമായ സ്ഥലത്ത് ദേവിയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നു. പിന്നെ തെയ്യം എന്ന് പറഞ്ഞത് നീലിയാർ ഭഗവതി തെയ്യം വണ്ണാൻ സമുദായക്കാരാണ് കെട്ടിയാടുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒറ്റ ചെണ്ടയും കുറഞ്ഞ വാദ്യോപകരണങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ ഉപയോഗിക്കുന്നത്. സാധാരണ തെയ്യക്കാലത്തല്ലാണ്ട് എല്ലാ സമയവും ഉണ്ട് കേട്ടോ. ഇത് ആഴ്ചയിൽ ചൊവ്വാഴ്ച ശനിയാഴ്ച അങ്ങാണ്ടേ ഇല്ലാണ്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. ഇത് കാണാനും നല്ലൊരു ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇതിങ്ങനെ കെട്ടിയാടി അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് അവർ കുറി വാങ്ങലോ അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ വിചാരിച്ച കാര്യം നടന്നാൽ ഇതുപോലെ നമുക്ക് പറ്റുമോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. കെട്ടിയാടിക്കാനൊക്കെ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ലൊരു ഐശ്വര്യം കേട്ടോ. കാണാനും നല്ലൊരു ഭംഗിയാണ്. അത് ഞാൻ പറഞ്ഞില്ല, വേറെ അമ്പലങ്ങളൊന്നുമില്ല കേട്ടോ. വെറും കാടാണ്. ഇതൊരു കാവാണത്. വെറും എന്താ പറയുക, അത്ര അധികം മനോഹരമായ സ്ഥലമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് പോയിട്ട് പോകാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പോയിട്ട് കാണണം. നല്ലൊരു അമ്പലമാണ്. പിന്നെ ഇത് ഞാൻ ഈ തെയ്യത്തെ കാണാൻ പോയപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ഇത് കെട്ടാനുള്ള ചിലവ് എന്ന് പറഞ്ഞാൽ 12,000 രൂപയാണ് പറഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ എത്രയാണെന്ന് അറിയില്ല, ഞാൻ 1 വർഷമായി പോയിട്ട്. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. എല്ലാവരും ഒന്ന് പോയി നോക്കണം കേട്ടോ. നല്ലൊരു അമ്പലമാണ്. എല്ലാവർക്കും പോകാൻ കുഴപ്പമൊന്നുമില്ല. വിശ്വാസമുള്ളവർക്ക് എല്ലാവർക്കും പോവാം കേട്ടോ. പക്ഷെ ഒരു പ്രത്യേക ഐശ്വര്യമാണ് കേട്ടോ. നമുക്ക് നല്ല വിശ്വാസമാണ്. ഇനി വിശ്വാസമുള്ളവർക്ക് പോകാം. അറിയാറില്ല കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ നമ്മളെ വിശേഷങ്ങളാണ് കേട്ടോ. അതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.
കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല. ലാസ്റ്റൊക്കെ പിന്നെ അവിടെ ഇരുട്ടായിരുന്നു കേട്ടോ, വെളിച്ചമൊന്നും കുറവായിരുന്നു, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ഇത്രയേ എടുത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.